ഹായ്, വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലുള്ള യൂണിറ്റ് 5 സാലറീസ് ഫസ്റ്റ് പാർട്ടാണ്. എന്താണ് സാലറി? സാലറി എന്ന് പറയുന്നത് എംപ്ലോയിക്ക് അയാൾ നൽകിയിരിക്കുന്ന സർവീസിന് മുകളിൽ നൽകുന്ന ഒരു റെമ്യൂണറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പേയ്മെൻ്റ് ആണ് സാലറി എന്ന് പറയുന്നത്. അത് ക്യാഷ് പേയ്മെൻറ്റും ഉണ്ടാകാം, അല്ലെങ്കിൽ നോൺ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ടുള്ള പ്രിക്വസിറ്റ്സും ഉണ്ടാകാം. ലൈക്ക് എന്താണ് ഹൗസ്, കാർ, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇത്തരം കാര്യങ്ങളൊക്കെ വരാം. എന്താണ് സാലറി? സാലറി എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഫോർ ദ സർവീസസ് റെൻഡേർഡ്. ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് സാലറി ഡ്യൂ ഫ്രം എൻ എംപ്ലോയർ ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയിട്ടുള്ള എംപ്ലോയർ നൽകാൻ ഡ്യൂ ആയിട്ടുള്ള സാലറി, അതും എന്താണ്, അത് പേ ചെയ്യാതിരിക്കുകയോ ചെയ്തതിനാലും കൊടുക്കാതിരിക്കുകയും ചെയ്തതിനാലും എന്താണ്, അത് ടാക്സബിൾ ആണ്. സാലറി പെയ്ഡ് ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ, അതും ടാക്സബിൾ ആണ്. അറേഴ്സ് ഓഫ് സാലറി പെയ്ഡ് ഇൻ ദ കറണ്ട് ഇയർ ബട്ട് ഡ്യൂ ഇൻ ദ ഏർലിയർ. അതുപോലെ ഇനി വേജസ് ഓർ പെൻഷൻ റിസീവ്ഡ് ഇൻ ദ ഇയർ, ഇതൊക്കെ എന്താണ്, ടാക്സബിൾ സാലറീസ് ആണ്. കോമ്പണൻസ് ഓഫ് സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ഓർ വേജസ്, ബോണസ്, കമ്മീഷൻസ്, ഫീസ്, ഇൻകം റിലീഫ്, ഓവർ ടൈം പേ, ആനുവിറ്റി, അഡ്വാൻസ് സാലറി, അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട്, കോൺട്രിബ്യൂഷൻസ്, ടാക്സബിൾ പോർഷൻ ഓഫ് ട്രാൻസ്ഫർ ബാലൻസ്, എൻകാഷ്മെൻറ്റ് ആൻഡ് ഏൺഡ് ലീവ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, കോമ്പൻസേഷൻ ഓൺ റിട്രെഞ്ച്മെൻറ്റ്, വോളണ്ടറി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. സാലറീസ് ആൻഡ് വേജസ്. സാലറീസും വേജസിനും വലിയ ടാക്സിൻ്റെ കാര്യത്തിൽ, ടാക്സിൻ്റെ പേർപ്പസിൽ സാലറീസിനും വേജസിനും വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടിനും ഒരുപോലെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടാക്സിൻ്റെ അണ്ടറിൽ, സാലറീൻ്റെ അണ്ടറിലാണ് വേജസും സാലറീസും വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ടാക്സിന് സബ്ജക്റ്റാണ്, ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അതുപോലെ എംപ്ലോയി ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. എംപ്ലോയർക്ക് മാത്രമേ എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, സാലറി കൊടുക്കാൻ സാധിക്കുള്ളൂ. എംപ്ലോയിക്ക് നൽകുന്നതിനെയാണ് സാലറി ആയിട്ട് കണക്കാക്കുന്നത്. ഗ്രാറ്റുവിറ്റി ഓർ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. നമ്മൾ സ്ഥാപനത്തിൽ വിരമിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഗ്രാറ്റുവിറ്റി പോലെ എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്. അത് സാലറീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സാലറി പെയ്ഡ് ആഫ്റ്റർ എംപ്ലോയ്മെൻറ്റ്. അയാൾ വിരമിച്ചതിന് ശേഷം അയാൾ സർവീസസ് നൽകുന്നതിന് പകരമായിട്ട് എംപ്ലോയർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്. ടാക്സ് ഫ്രീ സാലറീസ്. ഇഫ് ദ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് എ സോഴ്സ് ദ ഗ്രോസ് സാലറി ഷുഡ് ബി ഇൻക്ലൂഡ് ബോത്ത് സാലറി ആൻഡ് ടാക്സബിൾ ഡിഡക്റ്റ്. ഡിഡക്ഷൻ ഫ്രം ദ സാലറി ഡിഡക്ഷൻസ് വന്നിട്ടുണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ നമ്മൾ ഒരു സാലറി എംപ്ലോയി റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി അയാളുടെ സാലറി റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് സാലറി കിട്ടുക. പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും. അതിന് പ്രൊവിഡൻറ്റ് ഫണ്ട് കട്ട് ചെയ്താൽ കൂടെ ആ ഡിഡക്ഷൻ്റെ മുകളിലും എന്താണ്, നമ്മൾ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. സ്പെഷ്യൽ അലവൻസിന് പ്രിക്വസിറ്റ്സ്. അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസ് 3 തരത്തിലുണ്ട്. ഫുള്ളി ടാക്സബിൾ ഉണ്ട്, പാർഷ്യലി ടാക്സബിൾ ഉണ്ട്, അതുപോലെ ഫുള്ളി എക്സംപ്റ്റും ഉണ്ട്. പ്രിക്വസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ലൈക്ക് ഹൗസിങ്, കമ്പനി കാർ, അങ്ങനത്തെ ഉള്ള ആളാണ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലീവ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് തൊഴിലാളിയെ പറഞ്ഞു വിടുന്ന സമയത്ത് അയാൾക്ക് നൽകുന്ന കോമ്പൻസേഷനാണ്. സാലറി ഫോർഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി എന്താണ്, നമ്മുടെ എംപ്ലോയി സാലറി വേണ്ടാന്ന് വെച്ചാൽ കൂടെ എന്താണ്, അതിൻ്റെ മുകളിൽ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ടെസ്റ്റിമോണിയൽ പേഴ്സണൽ ഗിഫ്റ്റ്. ഇനിയിപ്പം നമ്മൾ എംപ്ലോയിയുടെ മുകളിൽ ഒരു പേഴ്സണൽ അഫെക്ഷൻ കാരണം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തല്ല, ടാക്സബിൾ അല്ല. പക്ഷെ അതിൻ്റെ വാല്യൂ 5,000-ൻ്റെ മുകളിൽ എക്സീഡ് ആണെങ്കിൽ, 5,000-ൻ്റെ മുകളിൽ വിലമതിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഡിഡക്ഷൻ ഫ്രം സാലറി. Deductions such as provident fund contribution treated as a application of income and including taxable salary. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്തെങ്കിലും ഡിഡക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ അതും കൂടെ എന്താണ്, ടാക്സ് അടക്കുന്നതിന് വേണ്ടി സാലറി ആയിട്ട് ആ ഡിഡക്ഷനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടാക്സ് വരിക. പ്ലേസ് ഓഫ് അക്രൂവൽ. സാലറി accrues where the service is performed. If an employee works in India but paid outside India, the salary still taxed in India. ഇനി ഇന്ത്യയിൽ എംപ്ലോയി ആണ്, അയാൾ ഇഫ് ആൻ എംപ്ലോയി വർക്ക്സ് ഇൻ ഇന്ത്യ, അയാൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യും, പക്ഷേ അയാൾക്ക് പേയ്മെൻറ്റ് വരുന്ന ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പേയ്മെൻറ്റ് വരുന്നുണ്ടെങ്കിലും സാലറി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതും
ഇന്ത്യയിൽ ടാക്സ്ഡ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെ ഒരു ബേസിക് സാലറി കാണുന്നുള്ളത്. ശ്രീ ശങ്കർ ദയാൽ ഹാസ് ഗെറ്റിംഗ് സാലറി അറ്റ് 3,600 per month. Since April 2022, he has been allowed increment of rupees 200 on 1st August 2022. Compute his basic salary. ഇവിടെ പറയുന്നത് അയാൾക്ക് എന്താണ് ദയാലിന് 3,600 പെർ മന്ത് സാലറി ഉണ്ട് 1st April തൊട്ടിട്ട്. എന്നാൽ 1st August തൊട്ടിട്ട് അയാൾക്ക് എന്ത് ചെയ്തു 200 രൂപ എക്സ്ട്രാ ഇൻക്രിമെൻറ്റും കൊടുത്തു. അപ്പം അത് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് കാണേണ്ട ഏപ്രിൽ 2022 ജൂലൈ തൊട്ടിട്ടുള്ള അയാളുടെ ഓഗസ്റ്റ് വരെയുള്ള അയാളുടെ സാലറി കാണാം. അപ്പം 3,600 ഇൻറ്റു 4 മാസത്തെ സാലറി കാണാം 14,400 കിട്ടും. ഓഗസ്റ്റ് തൊട്ടിട്ട് അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട് 200 രൂപ ഇൻക്രിമെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഈ 3,600 പ്ലസ് 200 3,800 കിട്ടും. അപ്പം ബാക്കിയുള്ള മന്തിൻ്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3,800 ഇൻറ്റു 8 30,400. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 44,800 ആണ് അയാളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത്. അടുത്ത എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഓർ റിട്ടയർമെൻറ്റ് ലീവ് സാലറി. എന്താണ് എൻകാഷ്മെൻറ്റ് ഓർ ഓഫ് ഏൺഡ് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയർക്ക് അയാളുടെ കമ്പനിയിൽ നിന്ന് അയാൾക്ക് എല്ലാ വർഷവും കുറച്ച് ലീവ് ലഭിക്കുമായിരിക്കും. പക്ഷേ ലീവ് കിട്ടും. പക്ഷെ ആ ലീവ് അയാളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ലീവ് എടുക്കാതെ ആ ടൈമിൽ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ബദലായിട്ട് സാലറി അയാൾക്ക് വാങ്ങാം. അയാൾ ഉപയോഗിക്കാത്ത ലീവിന് പകരമായിട്ട് ലീവ് സാലറി അയാൾക്ക് വാങ്ങാം. When the employee doesn't use their earned leave, vacation days, the employee may pay the employee a cash equivalent for those unused leave days. This is called encashment of earned leave or leave salary. അഥവാ അയാൾ ഉപയോഗിക്കാത്ത ലീവിന് പകരമായിട്ട് അയാൾക്ക് സാലറി ലഭിക്കുന്നതാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഓർ ലീവ് സാലറി എന്ന് പറയുന്നത്. ടാക്സബിലിറ്റി ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ് ഡ്യൂറിങ് സർവീസിലാണ് ഈ എംപ്ലോയി ഡ്യൂറിങ് സർവീസസ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനിയിൽ സ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അയാൾ അതിനെ എൻകാഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കാത്ത ലീവിന് പകരമുള്ള സാലറി അയാൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിപ്പം ഗവൺമെൻറ് സെക്ടറിലോ അല്ല പ്രൈവറ്റ് സെക്ടറിൽ വർക്കുന്ന എംപ്ലോയി ആണെങ്കിൽ കൂടെ ഫുള്ളി ടാക്സബിൾ ആണ്. എന്നാൽ അറ്റ് റിട്ടയർമെൻറ്റ് റെസിഗ്നേഷൻ ഡെത്ത് റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്തോ ആണ് ഇത് എൻകാഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ്ഡ് ഈസ് പാർഷ്യലി എക്സെംപ്റ്റ് ഫ്രം ടാക്സ്. ഒരു നിശ്ചിത തുക എന്ത് ചെയ്ത് കിട്ടും നമുക്ക് ടാക്സിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. അപ്പം അതിൻ്റെ റൂൾസാണ് എക്സംഷൻ റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഈ റിട്ടയർമെൻറ്റ് അതുപോലെ റിസൈൻ ചെയ്യുമ്പോൾ ഇടത്തിൻ്റെ സമയത്താണ് എൻകാഷ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അയാൾ ആ എമൗണ്ടിൻ്റെ മുകളിൽ ടാക്സ് അടക്കണ്ട. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അഥവാ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ അതിന് എൻകാഷ്മെൻറ്റ് ചെയ്യുമ്പം ചില റൂളുകളുണ്ട്. 4 റൂള് പറഞ്ഞിട്ടുണ്ട്. അതിലേതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും എക്സംപ്റ്റഡ് നമുക്ക് ടാക്സ് എക്സംപ്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് അതായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വൽ എമൗണ്ട് ഓഫ് എൻകാഷ്ഡ് ലീവ് റിസീവ്ഡ് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാലറി ഓഫ് മാക്സിമം ഓഫ് 10 മന്ത് നമ്മൾ 10 മന്തിൻ്റെ നമ്മൾ സർവീസിലിരിക്കുമ്പോഴുള്ള 10 മന്തിൻ്റെ ആവറേജ് സാലറി കാണുക. മാക്സിമം 10 മന്തിൻ്റെ സാലറി കാണുക. അതുപോലെ എൻകാഷ്മെൻറ്റ് ഫോർ മാക്സിമം ഓഫ് അതുപോലെ ആസ് പെർ ഗവൺമെൻറ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 3 lakh. അപ്പം ഈ 3 കാര്യത്തിലും ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും നമ്മൾക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുക. ഇതിനകത്ത് സാലറി ഡെഫിനിഷൻ എന്ന് പറയുന്നത് എൻകാഷ്മെൻറ്റിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാലറി ഈസ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ആൻഡ് കമ്മീഷൻ ഇഫ് ഫിക്സഡ്. ഇതൊക്കെ അടങ്ങിയതാണ് ഇതിൽ സാലറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സംഷൻസിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം സർവീസസ് ഇയറിൽ ഫുൾ ഇയർ മാത്രമേ എടുക്കുള്ളൂ. മന്തും ഡേയ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മന്തും ഡേയ്സും ഒക്കെ ഇപ്പം 2 വർഷം 3 മാസം 4 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മന്തും ഡേയ്സും നമ്മൾ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യും. ഫുള്ളി അയാൾ സർവീസസ് നൽകിയ ഇയേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ.
അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എക്സ് ഈസ് ദ ജനറൽ മാനേജർ ഓഫ് പ്ലസ് ലിമിറ്റഡ്. ഹി ഡ്രോസ് സാലറി 5,500 per month. He retires on 31st December 2022. After completing 26 years and 11 months of services, he entitled to a 1 month earned leave for every year of completed 74 services. Sorry, 26 years. ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് വളരെ മിനിറ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. Mr. X is the general manager of the Plus Limited. He draws salary of rupees 5,500 per month. He retires on 31st December 2022. After completing 26 years and 11 months of service, he is entitled to 1 month earned leave for every year of completed services. Rupees 1 lakh is received for encashment of earned leave on retirement. He has availed 20 months earned leave while in service. He has encashed the unutilized earned leave standing on his credit on the basis of last draw salary. Computed the taxable amount of leave encashment of Mr. X for the assessment year. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെറിയ തെറ്റുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് ആൻസറിലേക്ക് നോക്കാം. അയാൾ എത്ര വർഷമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്? 26 years ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ലീവ് 1 month ലീവ് ഓഫ് ഈച്ച് കംപ്ലീറ്റഡ് സർവീസസ് ഇയർ. അപ്പം എല്ലാ വർഷവും 26 വർഷം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ വർഷവും ഓരോ മാസം വെച്ചിട്ട് അയാൾക്ക് എന്തുണ്ട്? ലീവ് ഉണ്ട്. അപ്പം 26 വർഷത്തിൽ എത്ര ലീവ് അയാൾ എടുത്തു? 26 months. അപ്പം എത്ര 26 months ലീവ് അയാൾക്ക് കിട്ടി. അയാൾ ഉപയോഗിച്ച ലീവ് എത്രയാണ്? 20 മാസം മാത്രമാണ് അയാൾ ഉപയോഗിച്ചത്. എന്നാൽ അയാൾ ഉപയോഗിക്കാത്ത ലീവ് എത്രയാണ്? 26 months - 20 എത്രയാണ്? 6 months അയാൾ എന്ത് ചെയ്തിട്ടില്ല? യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ 6 months എൻകാഷ്മെൻ്റ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പം എക്സംപ്റ്റഡ് എമൗണ്ട് നമുക്ക് കാണാൻ വേണ്ടി ആക്ച്വൽ എമൗണ്ട് ഓഫ് എൻകാഷ്മെൻറ്റ് റിസീവ്ഡ് എത്രയാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത്? 1 lakh ആണ് എൻകാഷ്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. 10 months ആവറേജ് സാലറി നമ്മൾ കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു റൂളാണ്. അപ്പം 5,500 ആണ് അയാൾക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം 5,500 × 10 എത്രയാണ്? 55,000. ക്യാഷ് ഇക്വിവലൻറ്റ് ടു 6 months. 6 months ആണ് അയാൾ എൻകാഷ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? 5,500 × 6 എത്രയാണ്? 33,000. അപ്പം ഈ എമൗണ്ടിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 33,000. അപ്പം 33,000 എക്സംഷൻ കിട്ടുക. അതുപോലെ ഗവൺമെൻറ് ഒരു മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 3 lakh. അപ്പം ഈ എമൗണ്ടുകളിൽ ഏറ്റവും കുറവ് എമൗണ്ട് ഏതാണ്? 33,000 ആണ്. അപ്പം 33,000 മേലെയാണ് നമ്മൾക്ക് എക്സംഷൻ ലഭിക്കുക. അപ്പം എന്ത് ചെയ്യണം? നമ്മൾക്ക് ആക്ച്വൽ കിട്ടിയിട്ടുള്ള മണി 1 lakh ആണ്. 1 lakh 33,000 മൈനസ് ചെയ്യുക. അപ്പം 67,000 rupees കിട്ടും. ഈ 67,000 rupeesൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ബോണസ്, ഫീസ്, കമ്മീഷൻ, പ്രോഫിറ്റ്, ലീവ്, സാലറി, പെൻഷൻ. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മന്ത്ലിയോ ആനുവലിയോ അല്ലെങ്കിൽ പെർഫോംഡ് ബേസുമായിട്ട് നമ്മൾക്കൊരു പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് ബോണസ് എന്ന് പറയുന്നത്. നമുക്ക് സാലറിയുടെ പുറമെ കിട്ടുന്ന മന്ത്ലിയോ ആനുവലിയോ അല്ലെങ്കിൽ പെർഫോമൻസ് ബേസിൽ അഥവാ പെർസെൻറ്റേജ് ഓഫ് സെയിൽസിലൊക്കെ കിട്ടുന്ന ഒരു ബോണസ് ഓഫ് ഒരു മണിയാണ് ബോണസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ ഇയർ ഇറ്റ് ഈസ് റിസീവ്ഡ്. നമ്മൾ ഏത് വർഷമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഇത് ടാക്സബിൾ ആണ്. ഇഫ് ആൻ എംപ്ലോയി റിസീവ്സ് അറേസ് ഓഫ് ബോൺസ് ഫ്രം ദ പ്രീവിയസ് ദ ക്യാൻ ക്ലെയിം റിലീഫ്. അത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഫീസ് ആൻഡ് കമ്മീഷൻ. എനി ഫീസ് ആൻഡ് കമ്മീഷൻ or profit in lieu of salary are taxable under the head of salaries. ഫീസും കമ്മീഷനും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലീവ് ഒക്കെ എന്താണ്? ഹെഡ് ഓഫ് സാലറീസ് വരുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ടാക്സബിൾ ആണ്. അടുത്തത് പെൻഷൻ. പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക്കലി ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ എംപ്ലോയി വിരമിച്ചതിന് ശേഷം അയാൾക്ക് മന്ത്ലി
അല്ലെങ്കിൽ പീരിയോഡിക്കലി പേയ്മെൻറ്റ് കിട്ടുന്നതിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. Is the periodic payment an employee receive after retirement as per employment terms, it taxable under the head of salaries whether received voluntarily or as per the contract. ഇവിടെ പറയുന്നത് എംപ്ലോയിക്ക് അയാളുടെ വിരമിച്ചതിന് ശേഷം മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി കിട്ടുന്ന പേയ്മെൻ്റാണ് എന്ത് പെൻഷൻ എന്ന് പറയുന്നത്. അത് സാലറിയുടെ ഹെഡിലാണ് വരുന്നത്, ടാക്സബിൾ ആണ്. ഇനി ഇത് വോളണ്ടറിലി കിട്ടുന്നതായാലും കോൺട്രാക്ട് പ്രകാരമാണ് കിട്ടുന്നതെങ്കിലും രണ്ടും എന്താണ് ടാക്സബിൾ ആണ്. അത് സാലറിയുടെ അണ്ടറിലാണ് വരുന്നത്. ഇനി പെൻഷൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയൊക്കെയാണ്? പീരിയോഡിക് പെൻഷൻ അൺകമ്മ്യൂട്ടഡ്. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലിയോ നമ്മൾ പെൻഷൻ വാങ്ങുന്നതിനാണ് അൺകമ്മ്യൂട്ടഡ് ഓർ പീരിയോഡിക് പെൻഷൻ എന്ന് പറയുന്നത്. ഇത് ടാക്സബിൾ ആസ് എ സാലറി ആണ്. ബോത്ത് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് ടാക്സബിൾ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലംസം പെയ്ഡ് പ്ലേസ് ഓഫ് മന്ത്ലി പെൻഷൻ ഇസ് പാർഷ്യലി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ലംസം പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മൾ പീരിയോഡിക്കലി വാങ്ങുന്നതിന് പകരം മൊത്തമായിട്ട് നമ്മൾ പെൻഷൻ കൈപ്പറ്റുന്നതിനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അതിന് പാർഷ്യലി എക്സംഷൻ നമുക്ക് കിട്ടും, ടാക്സിൻ്റെ എക്സംഷൻ ലഭിക്കും. ഈ കമ്മ്യൂട്ടഡ് പെൻഷനിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി കമ്മ്യൂട്ടഡ് പെൻഷൻ ഇസ് എക്സംപ്റ്റഡ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ കമ്മ്യൂട്ടഡ് പെൻഷന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അയാൾക്ക് എന്ത് ചെയ്യണ്ട, ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ്റെ മുകളിൽ ടാക്സ് നൽകണ്ട. എന്നാൽ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് റൂളുകളിവിടെ ഉണ്ട്. ഇഫ് ദ എംപ്ലോയി റിസീവ് ഗ്രാറ്റുറ്റി, അയാൾ ഗ്രാറ്റുറ്റിയും അതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ 1/3 ഓഫ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് എക്സംപ്റ്റഡ്. അയാൾക്ക് കമ്മീഷൻ്റെ കൂടെ ഗ്രാറ്റുറ്റി ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 ഓഫ് ടോട്ടൽ എമൗണ്ടിൻ്റെ 1/3 ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ എക്സംപ്റ്റ് ചെയ്ത് കിട്ടും. ഇനി അതർ കേസ്, മറ്റ് കേസിലാണെങ്കിൽ 1/2 കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് എക്സംപ്റ്റഡ്. ഇനി അതിൽ കൂടുതൽ എക്സസ് എമൗണ്ടിൽ നിന്നും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഇഫ് എ പെൻഷൻ റിസീവ്ഡ് ബൈ വീഡോ ഓർ ഫാമിലി മെമ്പർ. ഇനി വീഡോയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോണോ പെൻഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ കൺസിഡർ ഫാമിലി പെൻഷനായിട്ട് കൺസിഡർ ചെയ്യും. ഇതിനെ which is taxable under income from other source but is exempt from salary tax. സ്പെഷ്യൽ കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ ഫ്രം ഫോറിൻ ഗവൺമെൻറ്റ്സ്. ഫോറിൻ ഗവൺമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ ആണെങ്കിൽ ഇന്ത്യയിലുള്ള എംപ്ലോയീസിന് ഫോറിൻ ഗവൺമെൻറ്റ്സിൽ നിന്ന് കിട്ടുകയാണ്. അതുമാത്രമല്ല ഈ എംപ്ലോയി എന്താണ് ഇന്ത്യയുടെ ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. പെൻഷൻ ഫ്രം യുണൈറ്റഡ് നേഷൻ UNO എന്നുള്ളതാണെങ്കിൽ നോട്ട് ടാക്സബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ മധു ഈസ് ഗെറ്റിംഗ് പെൻഷൻ ₹4,000 per month ഫ്രം കമ്പനി. ഡ്യൂറിംഗ് ദ previous year he got 2/3 pension commuted and received ₹1,86,000. Compute the exempted amount. If he also received gratuity, he did not receive gratuity for the assessment year. രണ്ട് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഗ്രാറ്റുറ്റി കിട്ടിയാലും ഗ്രാറ്റുറ്റി കിട്ടാതിരിക്കുന്ന സമയത്തുമുള്ള എക്സംപ്റ്റഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം മധുവിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? അയാൾ പെൻഷന് പെർ മന്ത് അയാൾക്ക് 4,000 ആണ് കിട്ടുന്നത്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹി ഗോട്ട് 2/3 ഓഫ് പെൻഷൻ കമ്മ്യൂട്ടഡ്. അയാൾക്ക് കമ്മ്യൂട്ടഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ഹി ഗോട്ട് 2/3 പെൻഷൻ കമ്മ്യൂട്ടഡ് ആൻഡ് റിസീവ്ഡ് ₹1,86,000. അപ്പോൾ നമ്മൾക്ക് നോക്കാം. ഹി റിസീവ്ഡ് ഗ്രാറ്റുറ്റി കമ്മ്യൂട്ടഡ് വാല്യൂ 2/3 പെൻഷൻ. അയാൾക്ക് കിട്ടിയിരിക്കുന്ന പെൻഷൻ എത്രയാണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ്? 2/3 പെൻഷൻ എത്രയാണ്? 1,86,000. അതിന് നമ്മൾ കമ്മ്യൂട്ടർ വാല്യൂയിലേക്ക് മാറ്റുമ്പോൾ 1,86,000 ഇൻറ്റു 3/2 ആക്കും. അപ്പം നമുക്ക് എത്ര കിട്ടും? 2,79,000 ആയിട്ട് കിട്ടും. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂട്ടഡ് വാല്യൂ 1/3 പെൻഷൻ കാണാൻ വേണ്ടി 2,79,000 ഇൻറ്റു 1/3 കാണാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 93,000 കിട്ടും. ഇവിടെ 1/3 വരാൻ കാരണം അയാൾ ഗ്രാറ്റുറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റൂൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റുറ്റി വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ കമ്മ്യൂട്ടർ പെൻഷൻ്റെ 1/3 കാണണം. അപ്പം നമ്മൾ കമ്മ്യൂട്ടർ പെൻഷൻ എത്രയാണ്? നമ്മൾ അയാൾ റിസീവ് ചെയ്തിരിക്കുന്ന 2/3 പെൻഷനിൽ നിന്നും കമ്മ്യൂട്ടർ പെൻഷൻ കണ്ടു. 1,86,000 നിന്നും 3/2 ഇൻറ്റു ചെയ്തപ്പോൾ 2,79,000 കിട്ടി. ഇനി അതിൻ്റെ 1/3 നമ്മൾ കാണണം. അപ്പം 2,79,000 ഇൻറ്റു 1/3
3,000 ആണ്. അപ്പം നമ്മുടെ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിരിക്കുമ്പോൾ അയാളുടെ എക്സംപ്റ്റഡ് ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? സോറി, ലീസ്റ്റ് എമൗണ്ട് ഇല്ല ഇവിടെ, ഇതിൽ വരുന്ന 1/3 പെൻഷനാണ് കാണുന്നത്. അപ്പം 93,000 കിട്ടി. അപ്പം 93,000 അയാൾ ആക്ച്വൽ കമ്മ്യൂട്ടഡ് വാല്യൂ നിന്ന് ഈ 93,000 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുക 93,000 ആണ്. അപ്പം ഈ 93,000 മുകളിലാണ് ടാക്സബിൾ ആയിട്ടുള്ളത്. ഇനി മധുവിന് ഗ്രാറ്റുവിറ്റി ലഭിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പെൻഷൻ എത്ര വരിക? 86,000 ആണ്. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ നമുക്ക് കാണണം. എത്രയാണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 2,79,000. അതിൻ്റെ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 1/2 പെൻഷൻ നമ്മൾ കാണണം. ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1/2 കാണാനാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ മുകളിൽ റൂള് പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/3യും, ഗ്രാറ്റുവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ആണ് കാണേണ്ടത് പെൻഷൻ്റെ. 2,79,000 ഇൻറ്റു 1/2 1,39,500 കിട്ടും. അപ്പം ഇത് രണ്ടുമായിട്ട് കുറക്കുക. അപ്പം നമുക്ക് കിട്ടും 46,500 കിട്ടും. ഈ 46,500 മുകളിലാണ് ടാക്സ് നൽകേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. മിസ്റ്റർ ശാന്തനു റിട്ടയർഡ് ഫ്രം ABC ലിമിറ്റഡ് ഓൺ June 30, 2022. ഹി ഗോട്ട് പെൻഷൻ അറ്റ് 1,500 per month up to November 13, 2022. He got ₹1,50,000 on December 1, 2022 as commuted value of his 60% of pension. What would have been the position if he received gratuity at the time of retirement? നമുക്കതിൻ്റെ ആൻസർ നോക്കാം. മിസ്റ്റർ ഷാദർ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂളുണ്ട്. എന്താണ്? ഗ്രാറ്റുവിറ്റി നേടിയിട്ടുണ്ടെങ്കിൽ 1/3യും, ഗ്രാറ്റുവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 പെൻഷൻ ഇത് കാണാതാണ് എക്സംപ്റ്റഡ് എമൗണ്ട്. നമുക്ക് ആദ്യം അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കാണാം. ഇവിടെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അയാൾ വാങ്ങിയിരിക്കുന്നത് 1,500 പെർ മന്ത് ആണ്. അത് 2022 June 1 തൊട്ട് November 30 വരെയാണ്. അപ്പം 5 മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് 7,500 രൂപയാണ്. അപ്പം ഇത് അൺകമ്മ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂട്ടഡിലേക്ക് നമുക്ക് മാറ്റണം. അപ്പം എങ്ങനെ കാണാം? ഈ 1,500 60% കാണണം. 1,560% എന്ന് പറയുന്നത് 900 ആണ്. അപ്പം 1,500 മൈനസ് 900 ഈസ് ഈക്വൽ ടു 600. 600 ആണ് നമ്മൾക്ക് പെർ മന്ത് പെൻഷനായിട്ട് കിട്ടുക. അപ്പം ഈ 600ന് നമ്മൾക്ക് 4 മന്ത് കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 മന്ത് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,400 കിട്ടും. നമ്മൾ ഈ 7,500 പ്ലസ് 2,400 എത്ര കിട്ടും? നമ്മൾക്ക് 9,900 കിട്ടും. അപ്പം ഇവിടെ ടോട്ടൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ചാർജബിൾ ടു ടാക്സ് വരുന്നത് 9,900 ആയിരിക്കും. അടുത്തത് കമ്മ്യൂട്ടഡ് പെൻഷൻ ചാർജബിൾ ടു ടാക്സ് കമ്മ്യൂട്ടഡ് ആസ് അണ്ടർ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 60% ഓഫ് പെൻഷൻ നമുക്ക് കാണണം. അപ്പം നമുക്ക് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1,50,000 ആണ് 60% ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 60% കാണണം. 1,50,000 ഇൻറ്റു 100/60 തിരിച്ച് നമ്മൾ 100/60 കാണുമ്പോൾ നമുക്കതിൻ്റെ എന്ത് കിട്ടും? കമ്മ്യൂട്ടഡ് വാല്യൂ ഫുൾ പെൻഷൻ കിട്ടും. 2,50,000 കിട്ടും. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഇത് നോക്കുന്നത്. വെൻ ശാന്തനു ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി, അപ്പം നമ്മൾ എത്ര കാണണം? 1/2 കാണണം. അപ്പം 2,50,000 1/2 കാണുമ്പം അതിൻ്റെ ആൻസർ വരിക 1,25,000. അപ്പോൾ 1,25,000 ആണ് എക്സംപ്റ്റഡ് ടാക്സ് വരിക. അതിപ്പം നമ്മൾ ടോട്ടൽ നമ്മൾ റിസീവ് ചെയ്ത 1,50,000 നിന്ന് മൈനസ് 1,25,000 ആയിട്ട് 25,000 കുറക്കുക. അപ്പം ആൻസർ 25
25,000 ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട മണി. ഇനി വെൻ മിസ്റ്റർ ശാന്തൻ റിസീവ് ഗ്രാറ്റുറ്റി ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/3 ആണ് കാണേണ്ടത്. സെയിം ഇതിൻ്റെ 25,000 1/3 കാണുക. ആൻസർ ഇതായിരിക്കും. ഇതുമായിട്ട് കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 66,667 ആൻസർ കിട്ടും. അപ്പോൾ ഇത് രണ്ട് മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അൺകമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനുകളുടെ എങ്ങനെയാണ് എക്സംപ്റ്റഡ് കാണുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായിട്ടില്ല, പ്രോബ്ലം പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കാരണം ഇഗ്നോൻ്റെ പ്രോബ്ലം പേപ്പറിൽ 9 ക്വസ്റ്റ്യൻ വരും. അതിൽ നമ്മൾക്ക് 5 മാത്രമേ ആൻസർ ചെയ്യുള്ളൂ. പക്ഷെ 9 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യനോ അല്ലെ മാക്സിമം 2 അല്ലെങ്കിൽ 1 മാത്രമേ പ്രോബ്ലം ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ബാക്കി മുഴുവനും തിയറി ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങൾ തിയറി നല്ലോണം പഠിച്ചു പോയാൽ തന്നെ ജയിക്കാൻ പറ്റും. അപ്പം പ്രോബ്ലം അറിയില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആനുറ്റി ആൻഡ് ഗ്രാറ്റുറ്റി. ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുറ്റി ഇസ് എ ഫിക്സ്ഡ് സം ഓഫ് മണി പെയ്ഡ് പീരിയോഡിക്കലി. ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം ഓഫ് മണി മന്ത്ലിയോ അല്ലെങ്കിൽ ആനുവലിയോ എംപ്ലോയിക്ക് അയാൾ നൽകിയ സർവീസിൻ്റെ മുകളിൽ നൽകുന്നതാണ് ആനുറ്റി എന്ന് പറയുന്നത്. ടാക്സബിൾ ആണ്. ടാക്സബിൾ ഓഫ് ആനുറ്റി ഫ്രം പ്രസൻറ്റ് എംപ്ലോയർ കയ്യിൽ നിന്നാണ് ആനുറ്റി കിട്ടുന്നുണ്ടെങ്കിലും അതും സാലറി ഹെഡിൽ വരും, അതും ടാക്സബിൾ ആണ്. ആനുറ്റി ഫ്രം പാസ്റ്റ് എംപ്ലോയർ ആണെങ്കിലും സാലറി ഹെഡിൽ വരും, അതും ടാക്സബിൾ ആണ്. ഇനി ആനുറ്റി ഫ്രം തേർഡ് പാർട്ടീസ് ലൈക്ക് LIC പോലൊക്കെ ആണെങ്കിലും അതും എന്താണ് ടാക്സബിൾ ആണ്. പക്ഷെ അത് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അണ്ടറിലായിരിക്കും. അടുത്ത ഗ്രാറ്റുറ്റി എന്ന് പറയുന്നത് ലംസം പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഫോർ സർവീസസ് റെൻഡഡ്. ഒരു മൊത്തം തുക എംപ്ലോയിക്ക് നൽകുന്നതാണ്. അയാൾ നൽകിയിരിക്കുന്ന സർവീസിന് പകരമായിട്ട് സാലറിക്ക് പുറമെ ഒരു മൊത്തം തുക എംപ്ലോയിക്ക് നൽകുന്നതിനെയാണ് ഗ്രാറ്റുറ്റി എന്ന് പറയുന്നത്. അയാളുടെ റിട്ടയർമെൻറ്റ് സമയത്തോ ഡെത്തിൻ്റെ സമയത്തോ ആയിരിക്കും നൽകുക. ഇത് നൽകുക എല്ലാ എംപ്ലോയീസിനും കിട്ടും. ഒരു ലോങ് ടൈം സർവീസസ് ഒരുപാട് വർഷം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയിക്കായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രാറ്റുറ്റി ലഭിക്കുക. എക്സംഷൻ ഓഫ് ഗ്രാറ്റുറ്റി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് ഫുൾ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഗ്രാറ്റുറ്റി ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ലോക്കൽ ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ ടാക്സ് മുഴുവൻ എക്സംപ്റ്റഡ് ആണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രാറ്റുറ്റിൻ്റെ മുകളിൽ ടാക്സ് നൽകണ്ട. ഇനി അടുത്തത് ഫോർ എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഗ്രാറ്റുറ്റി ആക്ട്. നമ്മുടെ പേയ്മെൻറ്റ് ഗ്രാറ്റുറ്റി ആക്ട് 1972 അണ്ടറിൽ വരുന്ന എംപ്ലോയീസിൻ്റെ റൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർക്ക് എക്സംഷൻ കിട്ടുന്ന ചില റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സംപ്റ്റ് ഫ്രം ദ ടാക്സ് എക്സ്റ്റെൻഡ് ടു ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഏതാണോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. ഈ 3 എമൗണ്ടുകളിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതായിരിക്കും അവർക്ക് കിട്ടുന്ന എക്സംഷൻ. ആർക്കാണ്? എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുറ്റി ആക്ട്. ഗ്രാറ്റുറ്റി ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൽ അത് കാണാൻ വേണ്ടി 50 days സാലറി ഓഫ് ഈച്ച് ഇയറും അയാൾ സർവീസ് നൽകി ഈച്ച് ഇയറിൻ്റെ 50 days സാലറി കാണുക. അതുപോലെ മാക്സിമം ലിമിറ്റ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത് 20 lakh ആണ്. അതുപോലെ ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ്. ഇവിടെ 50 days സാലറി കാണുമ്പം ഒരു മന്തിന് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പകരം 26 days ആണ് എടുക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 monthൻ്റെ സാലറിയാണ് കാണുന്നെങ്കിൽ 3 into ഒരു എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇൻറ്റു 15/26 50/26 വരിക. ഒരു മന്തിൽ നമുക്ക് 30 days ഉണ്ട്. പക്ഷെ നമ്മൾ 30 days അല്ല എടുക്കുന്നത് ഒരു മന്തിൻ്റെ, 26 days മാത്രമേ എടുക്കുന്നുള്ളൂ. സാലറി എന്തൊക്കെ വരും? സാലറി കാൽക്കുലേഷൻ ഓഫ് ഗ്രാറ്റുറ്റിയിൽ ലാസ്റ്റ് ഡ്രോൺ സാലറി, ഡിയർനെസ് അലവൻസ്, ഇത് രണ്ടും അടങ്ങിയതാണ് സാലറി എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പം ഇയർ അയാളെ വർക്ക് ചെയ്ത സർവീസസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പം 6 months 6 monthൽ കൂടുതലുമാണെന്നുണ്ടെങ്കിൽ അതിനെ 1 year ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരാൾ വർക്ക് ചെയ്തത് 2 years and 6 months എന്നാണെന്നുണ്ടെങ്കിൽ ആ 6 monthന് 1 year ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അയാൾ ടോട്ടൽ വർക്ക് ചെയ്ത ഇയർ 3 years ആയിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ഷാക്കിൽ is an employee of Axis Limited. He received 5 lakh as gratuity as per
previous year payment of Gratuity Act 1972. He retired on 31st March 2023 after rendering services for 27 years and 9 months. At the time of retirement, his monthly salary was 70,000. Calculate the taxable gratuity in the hands of Mr. Sacrifice India 2023 to 2024. ഇവിടെ നോക്കാം, നമുക്ക് 50 days salary of each completed year. അയാൾ എത്ര വർഷമാണ് വർക്ക് ചെയ്തിട്ടുണ്ട്? 27 years and 9 months. ഇപ്പോൾ 9 months നമ്മൾ 1 year ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മൊത്തം എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? 28 years അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50 days സാലറി കാണണം. അയാളുടെ മന്ത്ലി സാലറി എത്രയായിരുന്നു? 70,000 ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? 70,000 into 15/26 നമ്മൾ പറഞ്ഞു. ഒരു മന്തിൻ്റെ ഫുൾ ഡേയ്സ് എടുക്കൂല, 26 days ആണ് എടുക്കുക. അപ്പം 70,000 into 15/26 ഈക്വൽ ടു എത്ര? 9,808 ആണ് കിട്ടുക ആൻസർ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 28 years ആയിട്ട്, നമ്മൾ 28 years ആണ് നമ്മൾ വർക്കിംഗ് സർവീസസ് ഇയേഴ്സ്. അപ്പം ഇതിനെ 28 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് കിട്ടും 2,74,624 കിട്ടും. മാക്സിമം എമൗണ്ട് ഇവിടെ ഗവൺമെൻറ് പറഞ്ഞിട്ട് 20 lakh ആണ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 5 lakh ആണ് ഇവിടെ ഗ്രാറ്റുറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? 2,74,624. അപ്പം എന്ത് ചെയ്യും? ഈ ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് ഈ മണി ഡിഡക്റ്റ് ചെയ്യും. നമുക്ക് പിന്നെ കിട്ടുന്നത് 2,25,376. അപ്പോൾ ഈ മണിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അടുത്ത ഗ്രാറ്റുറ്റി ഫോർ എംപ്ലോയി നോട്ട് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഗ്രാറ്റുറ്റി ആക്ട്. ഈ ഗ്രാറ്റുറ്റി ആക്ടിൻ്റെ അണ്ടറിൽ വരാത്ത എംപ്ലോയീസിൻ്റെ ഗ്രാറ്റുറ്റി എങ്ങനെയാണ് എക്സംഷൻ കാണുന്നത് എന്നുള്ളതാണ്. അതിന് ചില റൂളുകൾ തന്നിട്ടുണ്ട്. ദ എമൗണ്ട് ഗ്രാറ്റുറ്റി റിസീവ്ഡ് എക്സംപ്റ്റ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇത് ഏതാണ് ലീസ്റ്റ് എമൗണ്ട്? അതായിരിക്കും എക്സംപ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞത് നമ്മൾ 50 days ആണ് കാണുന്നതെങ്കിൽ ഇവിടെ ഹാഫ് മന്ത്സ് 1/2 months ആവറേജ് സാലറി കാണണം. ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസിൻ്റെ ഈച്ച് ഇയറിൻ്റെ ഹാഫ് മന്ത് ആവറേജ് സാലറി കാണണം. മാക്സിമം ലിമിറ്റ് ഗവൺമെൻറ് സെറ്റ് ചെയ്തിരിക്കുന്നത് 20 lakh ആണ്. അതുപോലെ ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ്, ഇതിലേതാണ് ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും എക്സംപ്റ്റഡ്. ഇതിലെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, കമ്മീഷൻ, ഇതൊക്കെ അടങ്ങിയതാണ് ഇവിടുത്തെ സാലറി. ആവറേജ് മന്ത് സാലറി കാണാൻ വേണ്ടി എങ്ങനെയാണ്? ആവറേജ് മന്ത് സാലറിയുടെ ഹാഫ് മന്ത്സ് ആണ് നമ്മൾ കാണേണ്ടത്. ആവറേജ് സാലറിയുടെ ഹാഫ് മന്ത് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പം ആവറേജ് സാലറി എങ്ങനെ കാണുക? ആവറേജ് സാലറി കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ 10 month സാലറി. 10 month സാലറിയാണ് വഴിയാണ് നമ്മൾ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്തത്. കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസസ്, ഇപ്പം ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞു അവിടെ ഗ്രാറ്റുറ്റി ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ അവിടെ 6 months അതിൽ കൂടുതലുണ്ടെങ്കിൽ 1 year ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇവിടെ ഇനി എന്താണ് ഡേയ്സും മന്തൊന്നും ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അതിനെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അയാൾ 11 month 29 days വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 month ഒന്നും എടുക്കൂല, അതിനൊക്കെ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. ആക്സസ് ഗ്രാറ്റുറ്റി ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സ് അലവൻസ് കൊടുക്കണം. അപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Mr. Vishesh, who not covered by the payment of Gratuity Act 1972, receives a gratuity of rupees 5,76,000 where he retires on 23rd June 2022 after services of 34 years, 9 months and 23 days. His last round emolument are follows: basic salary 30,000, dearness allowance 7,200 fixed. Annual increment is basically basic salary rupees 1,200 per month falls due on 1st January every year. What amount gratuity is exempted from the tax assessment? അപ്പം നമുക്ക് എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്? ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട്, അതുപോലെ ആനുവൽ ഇൻക്രിമെൻ്റ് ഉണ്ട്, ബേസിക് സാലറി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം ആവറേജ് ബേസിക് സാലറി ഓഫ് 10 months immediately present 10 months which is retires 30,000 which has been calculated under.
ഇവിടെ 30,000 സാലറി പറയുന്നത്. പക്ഷെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ജനുവരി 1 തൊട്ടിട്ടാണ് 1,200 രൂപ കൊടുക്കുന്നത്. ഈ 1,200 രൂപ കൊടുക്കുമ്പോഴാണ് അയാൾക്ക് 30,000 ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 1,200 നമ്മൾ എന്ത് ചെയ്യണം? 30,000 കുറക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 28,800. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെയുള്ള 5 മാസത്തെ സാലറി കാണാം. അപ്പം 28,800 ഇൻറ്റു 5 1,45,000 കിട്ടും. ഇനി അടുത്തത് നമ്മൾ എന്താണ്, നമുക്ക് ജനുവരി 1 തൊട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1,200 രൂപ ഇൻക്രിമെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ 30,000. ആ 30,000 തൊട്ട് ബാക്കി അടുത്ത 5 മാസത്തെ എന്താണ് സാലറി കാണണം. അപ്പോൾ നമുക്ക് കിട്ടും 1,50,000 കിട്ടും. കാരണം അയാൾ റിട്ടയർഡ് ആവുന്നത് എപ്പോഴാണ്? ജൂണിലാണ്. അപ്പോൾ ടോട്ടൽ സാലറി ഓഫ് 10 മന്ത് എങ്ങനെ കാണാം? ഇത് രണ്ടും കൂട്ടിയിട്ടുള്ളതാണ്. ഈ രണ്ട് എമൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടും? 2,94,000 കിട്ടും. ഇനി 2,94,000 10 മന്ത് സാലറി കാണണം. അതിൻ്റെ 10 മന്ത് സാലറി നമുക്ക് എത്ര കിട്ടും? 29,400 കിട്ടും. ഇനി ഹാഫ് മന്ത് ഓഫ് ആവറേജ് സാലറി, നമുക്ക് ആവറേജ് സാലറി കിട്ടി എത്രയാണ്? 29,400 കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് മന്തിൽ കാണണം. അപ്പോൾ ബൈ 2, 29,400 ബൈ 2 എത്ര കിട്ടും? 14,700 നമ്മൾക്ക് ഉത്തരം കിട്ടും. ഇനി ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി നമുക്ക് കിട്ടിയ എത്രയാണ്? 5,76,000 ആണ്. ഹാഫ് മന്ത് സാലറി ഓഫ് ഈച്ച് ഇയർ കംപ്ലീറ്റ് നമുക്ക് കിട്ടിയ ഹാഫ് മന്ത് സാലറി, ആവറേജ് സാലറി നമ്മൾ ഹാഫ് മന്ത് കണ്ടു. അത് നമ്മൾ ടോട്ടൽ സാലറി കണ്ടു. അതിനുശേഷം അതിൻ്റെ 10 മന്ത് ആവറേജ് സാലറി ഉണ്ട്. ആവറേജ് സാലറി നമ്മൾ എന്ത് കണ്ടു? ഹാഫ് മന്ത് കണ്ടു. ഹാഫ് മന്ത് സാലറി എത്രയാണെന്ന് കണ്ടു? 40,700 ആണ്. ഇനി നമ്മളതിന് എന്ത് ചെയ്യണം? അയാൾ വർക്ക് ചെയ്ത് എത്ര വർഷമാണ്? 34 years ആണ്. അപ്പം 14,700 ഇൻറ്റു 34 എത്ര കിട്ടും? 4,99,800 കിട്ടും. മാക്സിമം ലിമിറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 20 lakh ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 4,99,800 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്. അപ്പം ഇതിന് നമ്മൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന 5,76,000 നിന്നും ഈ എമൗണ്ട് കുറയ്ക്കുക. അപ്പം നമുക്ക് ടാക്സ് നൽകേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 76,200 മുകളിലാണ് നമ്മൾ ടാക്സ് നൽകേണ്ടത്. അടുത്തത് കോമ്പൻസേഷൻ ഓൺ റിട്രിച്ച്മെൻറ്റ്. റിട്രിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീനെ പിരിച്ചുവിടുന്ന സമയത്ത് എംപ്ലോയീനെ പിരിച്ചുവിടുന്ന സമയത്ത് അയാൾക്ക് നൽകുന്ന കോമ്പൻസേഷനാണ് കോമ്പൻസേഷൻ റിട്രിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയിക്ക് പിരിച്ചുവിടുന്ന സമയത്ത് നൽകുന്ന കോമ്പൻസേഷനാണ്. അത് പാർഷ്യലി ടാക്സബിൾ ഉണ്ട്, ദിസ് കോമ്പൻസേഷൻ പാർഷ്യലി ടാക്സബിൾ ആൻഡ് പാർഷ്യലി എക്സംപ്റ്റ്. പാർഷ്യലി ടാക്സബിൾ ആണ്, പാർഷ്യലി എക്സംപ്റ്റ് ആണ്. ദ എക്സംപ്ഷൻ പോസേജ് ഡിറ്റർമൈൻഡ് ബൈ ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്തത് 50 days ഓഫ് ആവറേജ് സാലറി കാണാം. മാക്സിമം എമൗണ്ട് 5 lakh. അപ്പം ഇതിലേതാണ് ലീസ്റ്റ് എമൗണ്ട്, അതായിരിക്കും എക്സംപ്റ്റ്. അടുത്ത് 50 days സാലറി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? സാലറി എന്ന് പറയുന്നത് ഇതിനകത്ത് സാലറി ഡെഫിനേഷൻ എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, കമ്മീഷൻ ഇതൊക്കെ അടങ്ങിയതാണ് സാലറി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 50 days സാലറി എങ്ങനെ കാണാം? ഫോർ എക്സാമ്പിൾ ആവറേജ് സാലറി ഓഫ് 3 month 15/26. 26 കൺസിഡർ ആസ് എ മന്ത്. അതിനടുത്ത് വോളണ്ടറി റിട്ടയർമെൻറ്റ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ റിട്ടയർ ചെയ്യുന്നതാണ്. വെൻ ദ എംപ്ലോയി വോളണ്ടറി റിട്ടയർ ദ കോമ്പൻസേഷൻ റിസീവ്ഡ് മേ ബി എക്സംപ്റ്റ് ഫ്രം ദ ടാക്സ് അപ് ടു ലിമിറ്റ് 5 lakh. വോളണ്ടറി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷന് ടാക്സ് എക്സംപ്ഷൻ കിട്ടും. അപ് ടു 5 lakhൻ്റെ അടുത്തോളം ടാക്സ് എക്സംപ്ഷൻ കിട്ടും. ദിസ് എക്സംപ്ഷൻ ഈസ് അവൈലബിൾ ടു എംപ്ലോയീസ് ഇൻ പബ്ലിക് സെക്ടർ. ഇത് ഇത്തരത്തിലുള്ള എക്സംപ്ഷൻ ആർക്കൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? പബ്ലിക് സെക്ടർ കമ്പനീസിലും അതോറിറ്റീസിലും ഉള്ള ആൾക്കാർക്കാണ്. Exemption calculation: the least following will be exempted from the tax: actual compensation, salary of 3 months, remaining month of services into salary at the time of retirement, maximum 5 lakh. വോളണ്ടറി റിട്ടയർമെൻറ്റിലെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ്, കമ്മീഷൻ.
അഡ്വാൻസ് സാലറി നമ്മൾ സാലറി മുൻകൂട്ടി നേരത്തെ വാങ്ങുന്നതാണ്. നമ്മൾ സാലറി റിസീവ്ഡ് ബിഫോർ ഇറ്റ് ഇസ് ഏൺഡ് ആണ് സാലറി. അഡ്വാൻസ് സാലറി ഇത് ടാക്സബിൾ ആണ്. Taxation of advance salary. Taxed is in the year of receipt regards on it is the taxed in the year of receipt regardless of when it becomes due. If advance salary result higher income for the year, it may push the employee into higher tax slab. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ സാലറി ആകുമ്പോൾ നമ്മൾ ആ ഇയറിൽ നമ്മുടെ സാലറിയുടെ കണക്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അയാളുടെ ടാക്സ് കൂടാനും സാധ്യതയുണ്ട്. ഇൻ സച്ച് കേസ് റിലീഫ് സെക്ഷൻ 89 ക്യാൻ ബി സോട്ട്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി എന്ന് പറയുന്നത് ലോൺ പോലെയാണ്. എ ലോൺ അഗെയിൻസ്റ്റ് സാലറി ഇസ് നോട്ട് എ ടാക്സബിൾ ആസ് സാലറി. സാലറി പോലെ അത് ടാക്സബിൾ അല്ല. ആൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ഫ്രം ദ സാലറി. അടുത്തത് അലവൻസ്. അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസ് ആർ മോണിറ്ററി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു എംപ്ലോയി. എംപ്ലോയിക്ക് നൽകുന്ന ഒരു മോണിറ്ററി പേയ്മെൻറ്റ്, സാലറിക്ക് പുറമെ നൽകുന്ന ഒരു മോണിറ്ററി പേയ്മെൻറ്റാണ് അലവൻസ് എന്ന് പറയുന്നത്. വിച്ച് മേ ബി ഫുള്ളി ടാക്സബിൾ. ഒരു പക്ഷേ ഫുള്ളി ടാക്സബിൾ ആയിരിക്കാം, പാർഷ്യലി ടാക്സ് എക്സംപ്റ്റ് ആയിരിക്കാം, ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആയിരിക്കാം. ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, ഓവർ ടൈം അലവൻസ്, ഇതൊക്കെയാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസിൽ വരുന്നതാണ് HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് റെൻറ്റ് അലവൻസ്. HR ഈസ് എ പാർഷ്യൽ എക്സംപ്റ്റ് ബേസ്ഡ് ഓൺ ഫോളോയിങ്. പാർഷ്യൽ എക്സംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി കുറച്ച് എന്ത് ചെയ്യും, നമുക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ട് കുറച്ച് കിട്ടും. അപ്പം അതിന് ചില റൂളുകളുണ്ട്. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതായിരിക്കും നമുക്ക് എന്തായി കിട്ടുക, എക്സംപ്റ്റ് ആയിട്ട് കിട്ടുക. ആക്ച്വൽ HR റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് എക്സീഡിങ് 10% ഓഫ് സാലറി. അയാൾക്ക് റെൻറ്റ് കൊടുത്തിരിക്കുന്ന എത്രയാണോ റെൻറ്റ് പേ ചെയ്തിരിക്കുന്നത് സാലറിയുടെ 10% കാണുക. റെൻറ്റ് പെയ്ഡ് എക്സീഡിങ് 10% ഓഫ് സാലറി. 50% ഓഫ് സാലറി മെട്രോ സിറ്റീസിലാണ് താമസിക്കുന്നതെങ്കിൽ മെട്രോ സിറ്റീസ് ആയിട്ടുള്ള മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ഒക്കെ ആണെങ്കിൽ 50% കാണുക. ഇനി മറ്റുള്ള സിറ്റീസിലാണെങ്കിൽ 40% കാണുക. ഇനി ഫുള്ളി എക്സംപ്റ്റ് അലവൻസ് ആർക്കൊക്കെയാണ്? അലവൻസിൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ആർക്കൊക്കെയാണ്? കൺവെയൻസ് അലവൻസ്, ഫോറിൻ അലവൻസ്, അലവൻസ് ടു ഹൈക്കോടതി ജഡ്ജ്, സ്പെഷ്യൽ ആൻഡ് സച്ച് ആസ് ഡെയിലി അലവൻസ് ഫോർ ദ ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. മിസ്റ്റർ വരുൺ റെസിഡൻസ് ചെന്നൈയിൽ താമസിക്കുന്നു. ഹി പെയ്ഡ് 3,80,000 ആസ് ബേസിക് സാലറി. He also get 1,20,000 as house rent allowance. The rent paid by him rupees 95,000. Calculate exempt taxable house rent allowance. ഇവിടെ പറയുന്നത് അയാൾ എത്രയാണ് ആക്ച്വൽ ഹൗസ് റെൻറ്റ്, അയാൾക്ക് എത്രയാണ് അലവൻസ് കിട്ടിയിരിക്കുന്നത് റെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അലവൻസ് കിട്ടിയിരിക്കുന്നത് കമ്പനിയിൽ നിന്ന് 1,20,000 ആണ്. എന്നാൽ അയാൾ കൊടുത്തിരിക്കുന്നത് റെൻറ്റ് പെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ് 95,000. ഈ 38,000 കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? ഇവിടെ ഒരു റൂള് പറഞ്ഞിട്ടുണ്ടല്ലോ, റെൻറ്റ് പെയ്ഡ് എക്സീഡിങ് 10% ഓഫ് സാലറി. നമ്മൾ സാലറി എത്രയാണ് 3,80,000 ആണ്. അതിന് 10% കാണുക. അപ്പോൾ എത്ര കിട്ടും? 38,000. അപ്പം നമ്മൾ എന്താണ് 95,000 ആണ് റെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ആ 95,000 മൈനസ് 38,000 എത്ര കിട്ടും? നമ്മൾക്ക് 57,000 കിട്ടും. ഇനി നമുക്ക് എന്ത് കാണണം? 1/2 ഓഫ് സാലറി കാണണം. 3,80,000 by 2 എത്ര കിട്ടും? 1,90,000 കിട്ടും. അപ്പം ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? 57,000. അപ്പം എക്സംപ്റ്റഡ് ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 57,000 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇത് കാണുക? ആക്ച്വൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ റെൻ്റൽ അലവൻസ് 1,20,000 മൈനസ് 57,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് അടക്കേണ്ട പൈസ നമുക്ക് കിട്ടും. ടാക്സിനകത്തുണ്ട്. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിസ്റ്റർ രാകേഷ് റിസീവ്സ് ദ ഫോളോയിങ് എമ്യൂൾമെൻറ്റ് ഫ്രം ദ പ്രൈവറ്റ് കമ്പനി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സാലറി 8,000 per month, dearness allowance 20% of salary, 1/2 of his under terms of employment, bonus 20,000, commission on sale
5% sale was sale എത്രയായിരുന്നു 2,50,000. ഹൗസ് റെൻറ്റ് അലവൻസ് ₹2,000 per month. കമ്പ്യൂട്ട് ടാക്സബിൾ ഹൗസ് റെൻറ്റ് അലവൻസ്. റെസിഡൻറ്റ് ഇൻ റെൻറ്റഡ് ഹൗസ് 2,200 per month in Agra. Resident rented a house 3,000 per month in Delhi. Resident in house owned by his mother without paying rent. Fair rental value of house 4,000. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് സാലറി കാണാം. അപ്പോൾ സാലറി എന്ന് പറയുന്നത് സാലറി പ്ലസ് DA പ്ലസ് കമ്മീഷനാണ്. അപ്പം നമുക്ക് ആദ്യം സാലറി എത്രയാണ് 8,000 ആണെന്ന് പറഞ്ഞിട്ട് പെർ മന്ത്. അപ്പം 8,000 ഇൻറ്റു 12 മന്താണ്. അപ്പം 8,000 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 96,000 നമുക്ക് കിട്ടും. ഇനി ഡിയർനെസ് പേ നമ്മൾ കാണണം. ഡിയർനെസ് പേൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിയർനെസ് അലവൻസ് 20% ഓഫ് ദ സാലറിയുടെ 20% ആണ്. അപ്പം 96,000 20% എത്രയാണ് 9,600. സോറി, ഡിയർനെസ് അലോസ് അറ്റ് 20% ഓഫ് ദ സാലറി. 20% സാലറി എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ആൻസർ 9,600 ആണ്. അപ്പോൾ 10% ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ക്വസ്റ്റ്യനിൽ തെറ്റാണ്. അപ്പം 10% 96,000 10% 9,600 കിട്ടി. അവിടെ കൊടുത്തിട്ടുണ്ട് 10% ഓഫ് ഡിയർനെസ് അലവൻസ്. ഇവിടെ 20% എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ആൻസറിൽ പറഞ്ഞിട്ടുണ്ട് 10%. അപ്പോൾ ഇതിന് 10% ടോട്ടൽ സാലറിയുടെ 10% ആയിട്ടുള്ള 9,600 കിട്ടി. അടുത്ത് നമ്മൾക്ക് കാണേണ്ട കമ്മീഷനാണ്. അപ്പോൾ ടോട്ടൽ സെയിൽ എത്രയാണ് 2,50,000 5% കിട്ടും. 5% എടുക്കുക, എത്രയാണ് നമുക്ക് കിട്ടുക 12,500 ആണ് കമ്മീഷൻ. അപ്പം ഈ 96,000 പ്ലസ് 9,600 പ്ലസ് 12,500 നമ്മൾ പ്ലസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ അവസാനം നമ്മുടെ സാലറി എന്ന് പറയുന്നത് എത്രയാണ് 1,80,100 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ഹി റെസിഡൻറ്റ് ആഗ്രയിൽ അയാൾ താമസിച്ചിരുന്ന സമയത്ത് അവിടുത്തെ റെൻറ്റ് എത്രയായിരുന്നു പെർ മന്ത് 2,200 ആണ്. പക്ഷേ കമ്പനി അലോ ചെയ്ത് ഇത്ര മാത്രമാണ് 2,000 മാത്രമാണ് കമ്പനി എന്ത് കൊടുത്തിട്ടുള്ളൂ അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം ആക്ച്വൽ അലവൻസ് റിസീവ്ഡ് 2,000 ഇൻറ്റു 12 എത്രയാണ് 24,000 രൂപയാണ് കിട്ടുന്നത്. റെൻറ്റ് പെയ്ഡ് 10% ഓഫ് ദ സാലറി. നമ്മൾ ആദ്യം ഇതിൻ്റെ 10% കാണണം. 1,80,100 10% എത്രയാണ് 11,810 കിട്ടും. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം 26,400 കുറക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും 14,590 കിട്ടും. ഈ 26,400 നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് പറഞ്ഞാൽ നമ്മൾ 2,200 അതിൻ്റെ എന്താണ് റെൻറ്റ്. ആ 2,200 ഇൻറ്റു 12 ആണ് 26,400 എന്ന് പറയുന്നത്. അപ്പം ഈ 26,400 11,810 കുറക്കുമ്പോൾ നമുക്ക് കിട്ടും 14,590 കിട്ടും. ഇനി നമ്മൾക്ക് എന്ത് കാണണം, ഇത് ആഗ്രയിലാണ് അയാൾ. അപ്പം ആഗ്ര എന്ന് പറയുന്നത് എന്താണ് സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 40% ഓഫ് സാലറി നമ്മളവിടെ കാണണമെന്ന്. നമ്മൾ മുകളിലൊരു റൂൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 50% സാലറി മെട്രോ സിറ്റീസിലാണെങ്കിൽ മുംബൈ, കൊൽക്കത്ത, ഡൽഹി എന്നിടത്തും 50%. ഇവിടെ പെടാത്ത ഈ സിറ്റീസ് പെടാത്ത സ്ഥലത്താണ് 40% ആണ്. അപ്പം ആഗ്ര അതിൽ പെട്ടതല്ല, അതുകൊണ്ട് 40% ആണ് നമ്മൾ കാണേണ്ടത്. അപ്പം 40% ഓഫ് സാലറി വരുന്നത് 47,240 ആണ്. അപ്പം ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണ്? ഈ മൂന്നിലും ലീസ്റ്റ് എമൗണ്ട് വരുന്നത് 40,590 ആണ്. അപ്പം ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 40,590 ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ ടാക്സബിൾ HR 24,000 നമ്മൾ 24,000 ഈ മണി കുറക്കുക. അപ്പോൾ എത്ര കിട്ടും 9,410 ആണ് ടാക്സ് പേയബിൾ ആയിട്ടുള്ള എമൗണ്ട്. ഇതിൻ്റെ മുകളിലാണ് ടാക്സ് അടക്കേണ്ടത്. ഇനി ഡൽഹിയിൽ അയാൾ താമസിക്കുമ്പോൾ, ഡൽഹി എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെട്രോ സിറ്റിയാണ്. അവിടെ 50% സാലറി കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2,000 ആണ് അലവൻസ് കൊടുത്ത് 24,000 കിട്ടിയത്. പക്ഷേ അത് 3,000 ശരിക്കും അതിൻ്റെ ഡൽഹിയിലുണ്ടാകുമ്പോഴുള്ള ഡൽഹീൻ്റെ 3,000 രൂപയായിരുന്നു. പക്ഷേ കൊടുത്തത് 2,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ
3000 ഫസ്റ്റ് കാണാം. 3000 ഇൻറ്റു 12 എത്രയാണ്? 36,000 മൈനസ് നമ്മൾ 10% സാലറീൻ്റെ കണ്ടിട്ട് ഇത് കുറക്കാം. അപ്പോൾ എത്ര കിട്ടും? 24,190 കിട്ടും. ഇനി 50% ഓഫ് സാലറി ആണ്. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പം അതായിരിക്കും 24,000 ആക്ച്വലി HR റിസീവ് ഇസ് ഫുള്ളി എക്സെപ്റ്റ്. അടുത്ത എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എംപ്ലോയർ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി ടു കവർ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയിക്ക് നൽകുന്ന പേയ്മെൻ്റ് ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യലി ഇൻക്ലൂഡ് ഇൻ ദ സാലറി. ഇഫ് ദ എംപ്ലോയി മീറ്റ് സർട്ടൻ കണ്ടീഷൻ ഇറ്റ് ക്യാൻ ബി അലോഡ് ആസ് എ ഡിഡക്ഷൻ. ഇത് വേറെ പാഠത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മോസ്റ്റ് എംപ്ലോയി സ്റ്റാർട്ടിങ് by 2019-20 എക്സംഷൻസ്. ട്രാൻസ്പോർട്ട് അലവൻസിൽ എക്സംഷൻസ് ഉള്ളത് ആർക്കൊക്കെയാണ്? ഫോർ ഡിസേബിൾഡ് എംപ്ലോയീസിന് ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസിൽ എക്സംഷൻ ഉണ്ട്. ബ്ലൈൻഡ്, ഡഫ്, ഡംബ്, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നിവർക്ക് 3,200 പെർ മന്ത് എക്സംഷൻ ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ അലവൻസ് എക്സെപ്ഷൻ ഉണ്ട് സെക്ഷൻ 10 എന്തൊക്കെയാണെന്നുണ്ട്. ഓരോന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഹില്ലി ഏരിയ അലവൻസ് 300 പെർ മന്ത്. മാക്സിമം ലിമിറ്റ് വേരിയസ് ബൈ ലൊക്കേഷൻ. ബോർഡർ ആൻഡ് റിമോട്ട് ഡിഫിക്കൽട്ട് ഏരിയയിൽ അലവൻസ് വരുന്ന എക്സംഷൻസ് വരുന്നത് ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷൻ ആണ്. 1,300 ഫോർ ആൻഡമാൻ, 750 ഫോർ സം പാർട്സ് ഓഫ് ദ UP. ട്രൈബൽ ഏരിയ അലവൻസിൽ exempt 200 per month for employees in certain states. Transport system allowance up to 70% for the 10,000 per month, whichever is less. Children education allowance exempt 100 രൂപ per month, month per 100 per month per child, maximum 2 children. Hostel allowance അങ്ങനെ ഓരോന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പറഞ്ഞിട്ട് ഒരുപാട് ടൈം കളയുന്നില്ല. അത് അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലീവ് സാലറി. പ്രോഫിറ്റ് ആൻഡ് ലീവ് ടെർമിനേഷൻ, മോഡിഫിക്കേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഒരാളെ ടെർമിനേറ്റ് ചെയ്യുമ്പോഴോ ഒഴിവാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ മോഡിഫിക്കേഷൻ വരുന്ന സമയത്തോ അയാൾക്ക് നൽകുന്നൊരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ ലംസം ഓഫ് മണിയോ ആണ് പ്രോഫിറ്റ് ആൻഡ് ലീവ് സാലറി എന്ന് പറയുന്നത്. ആർ ടാക്സബിൾ ആസ് സാലറി. ഇതൊക്കെ എന്താണ് ചോദിച്ചാൽ ടാക്സബിൾ ആസ് സാലറി പോലെ തന്നെ ടാക്സബിൾ ആണ് പ്രോഫിറ്റ് ആൻഡ് ലീവ് ആൻഡ് സാലറി എന്ന് പറയുന്നത്. അൺറെക്കഗ്നൈസ്ഡ് ഫണ്ട് പേയ്മെൻറ്റ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ആർ ടാക്സബിൾ ആസ് പ്രോഫിറ്റ് ആൻഡ് ലീവ് സാലറി. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. പ്രോബ്ലം മനസ്സിലാവാത്തവർക്ക്, പ്രോബ്ലം പേടിയുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾ തിയറി പഠിച്ചാൽ മതി. കാരണം ഇഗ്നോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോബ്ലം പേപ്പറിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 1 or 2 മാത്രമേ പ്രോബ്ലം ക്വസ്റ്റ്യൻ വരുള്ളൂ. ബാക്കിയൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തിയറി നന്നായി പഠിച്ചാൽ തന്നെ നല്ല സ്കോർ ചെയ്യാം. താങ്ക് യു.